8 ഗ്രാം മുതൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ കേരള ആഭരണങ്ങൾ 2.90% പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. പവൻ ഗോൾഡ് തിരൂർ. നാട് വിറങ്ങലിച്ച കരിപ്പൂർ വിമാന ദുരന്തം നടന്നിട്ട് 2 വർഷം പൂർത്തിയായി. 2020 ആഗസ്റ്റ് 7-നാണ് നാടണയും മുമ്പേ ദുരന്തത്തിലേക്ക് പറന്നിറങ്ങിയ കരിപ്പൂർ വിമാനാപകടം നടന്നത്. 21 പേരാണ് നാടണയ നിമിഷങ്ങൾ ബാക്കി നിൽക്കെ ജീവൻ പൊലിഞ്ഞത്. 100-ലേറെ പേർക്ക് പരിക്കേറ്റ അപകടത്തിനു കാരണം പൈലറ്റിന്റെ വീഴ്ചയാണെന്ന് റിപ്പോർട്ടുണ്ടായിരുന്നു. രണ്ടു വർഷം മുൻപത്തെ ഒരു വെള്ളിയാഴ്ച രാത്രി കോരിച്ചൊരിയുന്ന മഴയിൽ പെട്ടെന്നായിരുന്നു ഘോരശബ്ദത്തോടെ വിമാനം റൺവേയും കടന്ന താഴേക്ക് പതിച്ചത്. 21 യാത്രക്കാരുടെ മരണത്തിനിടയാക്കിയ കരിപ്പൂർ വിമാന ദുരന്തം നടന്ന അന്നത്തെ ദുഃഖവെള്ളിയാഴ്ചയ്ക്ക് 2 വർഷം പൂർത്തിയായി. 84 യാത്രക്കാരുമായി ദുബായിൽ നിന്ന് പറന്നിറങ്ങിയ എയർ ഇന്ത്യ എക്സ്പ്രസ് 1344 വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. 10-ാം നമ്പർ റൺവേയിലിറങ്ങാൻ അനുമതി കൊടുത്ത വിമാനം 13-ാം നമ്പർ റൺവേയിലാണ് ലാൻഡ് ചെയ്തത്. കോവിഡ് മഹാമാരിയിൽ നിന്ന് രക്ഷ തേടി ജന്മനാട്ടിലേക്ക് അഭയം തേടി പുറപ്പെട്ടവരായിരുന്നു ദുരന്തത്തിനിരയായത്. ലാൻഡിങ്ങിനായുള്ള പൈലറ്റിന്റെ ആദ്യ ശ്രമം പരാജയപ്പെട്ടു. വീണ്ടും വിമാനം കരിപ്പൂരിന്റെ ആകാശത്ത് ഒരു തവണ കൂടി വട്ടമിട്ടു. 2-ാം തവണ ലാൻഡിങ്ങിനിടെ ടേബിൾ ടോപ്പ് റൺവേയിൽ നിന്നും വിമാനം തെന്നിമാറി ബാരിക്കേഡും മറികടന്ന താഴ്ചയിലേക്ക് പതിക്കുകയായിരുന്നു. വിമാനം 2ആയി പിളർന്നു. പൈലറ്റ് ക്യാപ്റ്റൻ ദീപക് വസന്ത് സാദെ, സഹ പൈലറ്റ് അഖിലേഷ് എന്നിവരടക്കം 21 പേർ മരിച്ചു. 122 പേർക്ക് പരിക്കേറ്റു. കോവിഡ് രോഗഭീതിയിലും നാട്ടുകാരുടെയും പോലീസിന്റെയും അഗ്നിരക്ഷാസേനയുടെയും ജീവൻ മറന്ന രക്ഷാപ്രവർത്തനമാണ് ദുരന്തത്തിന്റെ വ്യാപ്തി കുറച്ചത്. പരിക്കേറ്റവരിൽ 2 പേർക്കൊഴികെ എല്ലാവർക്കും എയർ ഇന്ത്യയുടെ ഇൻഷുറൻസ് തുക കൈപ്പറ്റാൻ കഴിഞ്ഞു. ബാക്കിയുള്ള 2 പേർക്ക് വൈകാതെ തുക ലഭിക്കും. യാത്രക്കാർക്ക് കിട്ടിയ ഇൻഷുറൻസ് തുകയിൽ നിന്ന് ചെറിയ തുക ശേഖരിച്ചാണ് രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ SC കോളനികളിൽ ഒന്നായ NH കോളനിയിലെ പാവപ്പെട്ട രോഗികളുടെ ആശാകേന്ദ്രമായ ചിറയിൽ ചുങ്കം ആശുപത്രിക്ക് കെട്ടിടം നിർമ്മിക്കാൻ തീരുമാനിച്ചത്. വിമാനാപകടത്തിൽ തെളിഞ്ഞ സഹജീവി സ്നേഹമുദ്രകൾ ഒരുമയാണ് കേരളത്തിന്റെ അതിജീവന മന്ത്രമെന്ന മഹാവിളംബരമായിരുന്നു. സമർപ്പിതമായ എത്രയോ പേരുടെ സ്നേഹം കൈകോർത്തു നിന്നപ്പോൾ അപകടത്തിൽ പരിക്കേറ്റ പല യാത്രക്കാരുടെയും ജീവിതമാണ് പ്രകാശിച്ചത്.